Hello all, welcome to today's class. The importance of being earnest in ആക്ട് 3 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മൈ നെയിം ഈസ് അഞ്ജന. ഈ പ്ലേ നടക്കുന്നത് മെയിനായിട്ട് ആൽഗർനോണിൻ്റെ വീട്ടിലും അതുപോലെ ജാക്കിൻ്റെ വീട്ടിലുമാണ്. സോ പ്ലേ 2 and 3 നടക്കുന്നത് ജാക്കിൻ്റെ വീട്ടിലാണ്. ആക്ട് 2 നടക്കുന്ന ജാക്കിൻ്റെ വീട്ടിലാണ്, ഗാർഡനിലാണ്. ആക്ട് 3 നടക്കുന്ന ജാക്കിൻ്റെ വീട്ടിൽ തന്നെ ഡ്രോയിങ് റൂമിലാണ്. ഓക്കെ, ഈ പ്ലേ ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്വെൻഡലിനും അതുപോലെ സിസിലിയും ജനലിൽ കൂടെ പുറത്ത് ഗാർഡനിൽ നിൽക്കുന്ന ആൽഗർനോണിനെയും അതുപോലെ ജാക്കിനെയും കൂടിയാണ് നോക്കുന്നത്. അവർ രണ്ടുപേരും ഒബ്സർവ് ചെയ്തുകൊണ്ടിട്ട് ഇവർ കുറേ കോൺവെർസേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നിനക്ക് എന്ത് തോന്നുന്നു, അവരെന്തുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്നില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് ഇവരുടെ പിന്നാലെ വരണം, എന്നിട്ട് ഞങ്ങളെ ഫോർഗീവ് യു എന്ന് പറയണം, എന്നിട്ട് ഞങ്ങൾ ഏണസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് എന്ന പേര് മാറ്റാം, നിങ്ങൾ ഞങ്ങളെ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അതാണ് ഇവർ വിചാരിക്കുന്ന ഷിവൽറി. ഓക്കെ, അപ്പോൾ അവരുടെ പേര് പോലും ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ത്യജിക്കുന്ന ആ ഒരു അത്തരത്തിൽ ഡിവോഷണലായിട്ടുള്ളൊരു പ്രേമമൊക്കെയാണ് ഇവരുടെ സങ്കല്പത്തിലുള്ളത്. എന്നിരുന്നാലും അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ജാക്കും ആൽഗർനോണും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറൊരു പേരിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്? ഞങ്ങൾക്ക് ഏണസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കല്യാണം സാധ്യമല്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ആ പേരിൽ ഞങ്ങളെ കാണാൻ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓൾസോ ഇവരുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് മാറ്റി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ബോത്ത് ദ ലേഡീസ് ആർ ഫ്ലാറ്റഡ് ഒബ്വിയസ്ലി, കാരണം ഇവരെ കാണാൻ വേണ്ടിയാണല്ലോ പേര് മാറ്റി വരുന്നത്, ഐഡൻറ്റിറ്റി മാറ്റി വരുന്നത്. സോ ഐഡൻറ്റിറ്റി ഒരു പ്രധാനപ്പെട്ട മെന്നിൻ്റെ ആക്ച്വലി നമ്മൾ വിക്ടോറിയൻ ലിറ്ററേച്ചറിൽ നോക്കുമ്പോൾ മെന്നിന് ഐഡൻറ്റിറ്റി ഉള്ളതായിട്ടും കാണാം. വിമണിന് ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് മെന്നിൻ്റെ പേരിൽ വന്നാലേ ഒരു വാലിഡേഷൻ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നുള്ളൂ എന്നുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരുപാട് റൈറ്റേഴ്സ് മെയിൽ പേരിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫീമെയിൽ റൈറ്റേഴ്സ് മെയിൽ പേരിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാകുമ്പോഴാണ് അവർക്ക് ഒരു അംഗീകാരം അവർ വായിക്കുന്നെങ്കിലും ചെയ്യുന്നുള്ളൂ. കാരണം ഒരു സ്ത്രീകളെയൊന്നും അത്ര വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവരുടെ വർക്കിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ വില കൽപ്പിക്കുന്ന ആ ഒരു സൊസൈറ്റീനെ മോക്ക് ചെയ്യുന്നതും കൂടിയാണ് ഓസ്കാർ വൈൽഡ്. അപ്പോൾ ഈ ഏണസ്റ്റ് എന്ന് പറഞ്ഞ പേര് സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് വേറൊരു ഐഡൻറ്റിറ്റി ആയിട്ട് വന്നിട്ട് ഞങ്ങളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ അല്ലേ, ഞങ്ങൾ അത്രയും എന്താ പറയുക ലക്കി അല്ലേ എന്നൊക്കെയാണ് ഇവർ സ്വയം വിചാരിക്കുന്നത്. ഓക്കെ, ഒടുക്കം അവർ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ലേഡി ബ്രാക്നൽ വരുന്നത്. അപ്പോൾ ലേഡി ബ്രാക്നലിന് എങ്ങനെയാണ് ഗ്വെൻഡലിന് അവിടെ ഉണ്ടെന്ന് അറിയാം? ലേഡി ബ്രാക്നൽ ഗ്വെൻഡലിൻ്റെ അമ്മയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് അറിയുന്നത് മകൾ അവിടെ ഉണ്ടെന്ന്? അപ്പോൾ ഇവർക്കൊക്കെ ഒരു മെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലേഡി ബ്രാക്നൽ ഗ്വെൻഡലിൻ്റെ മെയ്ഡിനെ ബ്രൈബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്രൈബ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് എവിടെയാണ് അവൾ പോയിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പോയത് ഇന്നയാളുടെ വീട്ടിലേക്കാണ്, ഈ അഡ്രസ്സിലേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മെയ്ഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അഡ്രസ്സ് പ്രകാരമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ ലേഡി ബ്രാക്നലിന് ആൽഗർനോണിനെ അറിയാലോ അല്ലേ? കാരണം ആൽഗർനോൺ കസിനാണ്, ഗ്വെൻഡലിൻ്റെ കസിനാണ്, അവനവൻ്റെ നെഫ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തിനാണ് ആൽഗർനോൺ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നീ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ബൺബറി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടെന്നല്ലേ, അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ആൽഗർനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാനിങ്ങനെ സിസിലിയായിട്ട് എൻഗേജ്ഡ് ആയി എന്ന് പറയുന്നുണ്ട് ആൽഗർനോൺ. അതുപോലെ ഓൾറെഡി ആക്ട് 1 പറയുന്നുണ്ട് ഗ്വെൻഡലിനായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു മാരേജിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അവനവൻ്റെ മകളും അതുപോലെ നമ്മുടെ അനന്തരവനും കൂടെ ഓരോ മാരേജസിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നറിയുമ്പോൾ ലേഡി ബ്രാക്നൽ ഇസ് നോട്ട് ഹാപ്പി ഒബ്വിയസ്ലി. കാരണം ലേഡി ബ്രാക്നൽ ഇസ് സംവൺ ഹൂ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു മണി, ടു എസ്റ്റീം, അതുപോലെ
ടു ദ പ്രോപ്പർട്ടി ദേ ഹോൾഡ്, അങ്ങനെയൊക്കെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ പ്രണയത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മക്കളെ കാണുന്ന സമയത്ത് ഭയങ്കര ദേഷ്യം വരികയാണ് ലേഡി ബ്രാക്നലിന്. സിസിലിയോ കാർഡിയോനെ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കോട്ട്സ്, എക്സാമിന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കോട്ട് ചോദിക്കുകയാണെങ്കിൽ ലേഡി ബ്രാക്നലിൻ്റെ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എവിടെയെന്ന് വെച്ചാൽ, റെയിൽവേ സ്റ്റേഷനിലുള്ള ഒറിജിനെ മോക്ക് ചെയ്തുകൊണ്ട് ലേഡി ബ്രാക്നൽ കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്. അതായത് ജാക്ക് വേർതിങ്ങിൻ്റെ ഒറിജിൻ ഒരു ടെർമിനസ് ആണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നീ ഏത് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുപിടിച്ചാണ് മോളെ എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട് സിസിലിനോട്. അപ്പോൾ ഇങ്ങനത്തെ ഡയലോഗ്സ് എല്ലാം ലേഡി ബ്രാക്നലിൻ്റെ ആണെന്ന് ഓർമ്മ വേണം എക്സാമിന്. അപ്പോൾ ലേഡി ബ്രാക്നൽ ചോദിക്കുന്നുണ്ട് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് നിന്നെ കണ്ടെത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാക്ക് വേർതിങ് പറയും അവളെ കണ്ടെത്തിയതല്ല, ഇവളെൻ്റെ വാർഡാണ്, മിസ്റ്റർ കാർഡിയോവിൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇവൾക്ക് പക്ഷേ ഇവൾക്ക് ഇന്ന സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവളുടെ സ്വത്ത് റിവീൽ ചെയ്ത് ഇവൾക്കൊരു ഫാമിലി ഉണ്ട്, ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവൾക്ക് കുറച്ച് സ്വത്തുണ്ട് എന്ന് അറിഞ്ഞതും ലേഡി ബ്രാക്നൽ ആകെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ മാരേജിന് റെഡിയാണ്. ആരുടെ മാരേജിന് റെഡിയാണ്? ആൽഗർനോണിൻ്റെ പാരൻസ് ഇപ്പോൾ ഇല്ല അല്ലേ. അപ്പോൾ ലേഡി ബ്രാക്നലിൻ്റെ ചേച്ചിയുടെ മകനാണ് ആൽഗർനോൺ. സോ ആൽഗർനോണിന് വേറെ പാരൻസ് ഇല്ലാത്തതുകൊണ്ട് ലേഡി ബ്രാക്നൽ വേണം ആൽഗർനോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ആൻഡ് അങ്ങനെ വളരെ പൈസ ഉള്ള ഒരു കുട്ടീനെയാണ് നീ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം മാരേജിന് ഓക്കെ പറയും. അപ്പോൾ ജാക്ക് പറയും, ജാക്കാണല്ലോ ഗാർഡിയൻ, അപ്പോൾ പറയും ഇവൾക്ക് പക്ഷേ ഒരു 35 വയസ്സെത്തുമ്പോഴാണ് ഞാൻ എല്ലാ സ്വത്തും അവളുടെ പേരിൽ എഴുതി കൊടുക്കുള്ളൂ. അപ്പോൾ ഒറ്റയടിക്കൊന്നും എഴുതി കൊടുക്കില്ല. അതുകൊണ്ട് എൻ്റെയും ഗ്വെൻഡലിൻ്റെയും കല്യാണം നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമേ ഈ സിസിലിയുടെ കല്യാണത്തിന് ഞാൻ ഓക്കെ പറയുള്ളൂ. കാരണം കുറച്ച് ഡൗറി കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ സിസിലിക്ക് ഡൗറി ഞാൻ എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാരേജ് നിങ്ങൾ ഓക്കെ ആവണമെന്ന് പറയും. അത് ലേഡി ബ്രാക്നലിന് സമ്മതമല്ല. കാരണം ഇതിപ്പോൾ ആൽഗർനോണിൻ്റെ കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട് തൻ്റെ മകളെ അത്ര വിലയൊന്നും ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തൊരു പയ്യനായിട്ട് ഞാൻ കല്യാണം കഴിപ്പിക്കാനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ മാരേജിന് ഓക്കെ പറയുന്നില്ല. എന്നിട്ട് ഓക്കെ എന്താ പറയുക ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് ലേഡി ബ്രാക്നൽ ഗ്വെൻഡലിനെയും കൊണ്ട് പോവാൻ തിരിയുന്ന സമയത്ത് അനദർ ട്വിസ്റ്റ് ഹാപ്പൻസ്. ഡോക്ടർ ചോസബിൾ വരികയാണ്. ക്രിസ്റ്റ്യനിന് റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ, അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജാക്ക് പറയും ഇല്ല, ഞങ്ങൾ എന്തായാലും ആ ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല, അമ്മ സമ്മതിക്കില്ല, ലേഡി ബ്രാക്നൽ സമ്മതിക്കില്ല. അപ്പോൾ ഗ്വെൻഡലിൻ്റെ കല്യാണം സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സിസിലിയുടെ കല്യാണം ജാക്കും സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിസ്റ്റ്യനിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ക്രിസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോസബിൾ പറഞ്ഞു ഓക്കെ എന്തായാലും മിസ് പ്രിസം അവിടെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവട്ടെ എന്ന് പറഞ്ഞു. ഈ മിസ് പ്രിസം എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ സംതിങ് ഈസ് റിങ്ങിങ് എ ബെൽ ഇൻ ലേഡി ബ്രാക്നൽ. ലേഡി ബ്രാക്നൽ മിസ് പ്രിസം എന്നാണോ നിങ്ങൾ പറഞ്ഞത് ചോദിക്കും ഡോക്ടർ ചോസബിളിനോട്. യെസ് പറയും. അപ്പം മിസ് പ്രിസത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ലേഡി ബ്രാക്നൽ. സോ മിസ് പ്രിസത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായി ഓക്കെ ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു നേഴ്സിംഗ് മെയ്ഡാണ് ഈ മിസ് പ്രിസം എന്നുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ മിസ് പ്രിസത്തിനോട് വരാൻ പറയും ഡോക്ടർ ചോസബിൾ. ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ ചോസബിൾ മിസ് പ്രിസത്തിനെ കൊണ്ട് വരും. ആൻഡ് മിസ് പ്രിസത്തിനോട് ലേഡി ബ്രാക്നൽ ചോദിക്കും നീ അന്ന് എൻ്റെ മുഖം ഓർമ്മയുണ്ടോ എന്നുള്ള പോലെയൊക്കെ ചോദിക്കും. അപ്പോൾ മിസ് പ്രിസത്തിന് ലേഡി ബ്രാക്നലിനെ കാണുന്നതും ആകെ വിറയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും നീ അന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടീനെ പാരാമ്പുലേറ്റർ അതായത് കുട്ടീനെ ഉന്തിക്കൊണ്ടു പോകുന്നൊരു വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ വണ്ടിയിലൊരു കുട്ടീനെ എത്തിയിട്ട് നീ ഞങ്ങളുടെ വീട് വിട്ടിട്ട് 28 വർഷം മുമ്പ് പോയി, പിന്നെ നീ ഒരിക്കലും വന്നിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ നിന്നെ കാണുന്നത്, ആ കുട്ടി എവിടെ എന്ന് ചോദിക്കും. അപ്പോൾ മിസ് പ്രിസത്തിന് ആകെ വേർക്കാൻ തുടങ്ങും. അപ്പോൾ മിസ് പ്രിസം പണ്ടൊരു നോവൽ എഴുതിയ കാര്യം പറയുന്നുണ്ടല്ലോ ഈ സെക്കൻഡ് ആക്ടിൽ. അപ്പോൾ ഒരു നോവൽ എഴുതുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക നോവൽ നല്ലപോലെ കത്തി നിന്നിരുന്നൊരു കാലമാണ് വിക്ടോറിയൻ ഏജ്, അപ്പോൾ 19th century. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും നോവൽ വായിക്കണം, എല്ലാവർക്കും നോവൽ എഴുതണം എന്നുള്ള പോലെയായിരുന്നു. ആൻഡ് അപ്പോൾ ഇതിനൊക്കെ മോക്കിയാണ്. അപ്പോൾ എന്താണ് എഴുതുന്നത് എന്നുള്ളതും ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അല്ലേ.
എന്താണ് എഴുതുന്നത്, മൊറാലിറ്റിയെക്കുറിച്ച് എഴുതുന്നത്. പക്ഷെ ആർട്ട് ഉണ്ടാക്കുന്നതൊരു ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കോൺസെപ്റ്റിൽ പറയുന്ന ഓസ്കാർ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ആരും എന്തും എഴുതുന്നത് ഈ മൊറാലിറ്റിയെക്കുറിച്ചാവുമ്പോൾ അതിനെ ഒരു എന്താ പറയുക, സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത പോലെ പറയാണ് ഓസ്കാർ വൈൽഡ് പറഞ്ഞ ആ ഒരു തീമിനൊരു സിഗ്നിഫിക്കൻസ് ഇല്ലല്ലോ. സോ മിസ് പ്രിസം പറയുന്നത് ഞാനൊരു നോവൽ എഴുതുന്നുണ്ടായിരുന്നു, എൻ്റെ എന്തോ ഒരു പരിഭ്രമം വന്നിട്ട് ഞാൻ നോവൽ എൻ്റെ ബാഗിൽ വെക്കുന്നതിന് പകരം നോവൽ എടുത്തിട്ട് പാരാമ്പുലേറ്ററിലും വെച്ചു, കുട്ടീനെ എൻ്റെ ഹാൻഡ് ബാഗിൽ മിസ്പ്ലേസ് ചെയ്തു, അതാണ് എന്ന് പറയും. അപ്പോൾ വേഗം തന്നെ ജാക്കിന് എന്തൊക്കെയോ തോന്നും. ജാക്ക് വേഗം ജാക്ക് ചോദിക്കും, നിങ്ങൾ എവിടെയാണ് ഈ ബാഗ് ഈ ഒരു കുട്ടീനെ എവിടെയാണ് നിങ്ങൾ ഉപേക്ഷിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുമ്പോൾ പറയും വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ വേഗം ജാക്ക് ഓടിപ്പോയിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ഹാൻഡ് ബാഗ് എടുത്തിട്ട് വരും, ഇതാണോ നിങ്ങളുടെ ബാഗ് ചോദിക്കും. അപ്പം മിസ് പ്രിസത്തിന് ഭയങ്കര സന്തോഷമാവും. തന്നെ നഷ്ടപ്പെട്ടു പോയി 28 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ബാഗ് കാണുമ്പോഴാണ് മിസ് പ്രിസത്തിന് സന്തോഷമാവുന്നത്. ഓക്കെ, മിസ് പ്രിസത്തിന് സന്തോഷമായി, എൻ്റെ ബാഗ് കിട്ടി. അപ്പോൾ ഈ ഒരു നോവൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പരാമ്പുലേറ്റർ വേറൊരു സ്ഥലത്ത് പെട്ട പോലെ കണ്ടിട്ട് അതിനുള്ള നോവൽ ഞാൻ കണ്ടെത്തി. പക്ഷെ കുട്ടീനെ കണ്ടെത്തിയില്ലെന്നാണ് മിസ് പ്രിസം ലേഡി ബ്രാക്നൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിസ് പ്രിസത്തിന് ആ കുട്ടി കണ്ടെത്തി എന്നുള്ളതല്ല, എൻ്റെ ബാഗ് കണ്ടെത്തി എന്നുള്ളതാണ് മിസ് പ്രിസം പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മകൻ, അപ്പോൾ മനസ്സിലായി, ലേഡി ബ്രാക്നലിന് മനസ്സിലായി ഈ ഒരു മകൻ തൻ്റെ ചേച്ചിയുടെ മകനാണ്, ആൽഗർനോണിൻ്റെ ഏട്ടനാണ് ഈ നിൽക്കുന്ന ജാക്ക് എന്ന് മനസ്സിലായി. അങ്ങനെ ജാക്കിന് ഒരു ഐഡൻറ്റിറ്റി വരികയാണ്. അപ്പോൾ ഗ്വെൻഡലിനൊക്കെ ഭയങ്കര സന്തോഷം വരികയാണ്. പക്ഷെ അപ്പോഴും അവിടെ നിൽക്കുന്നൊരു പ്രശ്നം എന്താണ്, ജാക്കിൻ്റെ പേര് ഏണസ്റ്റ് അല്ല എന്നുള്ളത്. ജാക്കിനൊരു ഫാമിലി കിട്ടി എന്നുള്ളൊരു കാര്യത്തിൽ ലേഡി ബ്രാക്നലിന് സമാധാനമായപ്പോൾ ജാക്കിൻ്റെ പേര് ഏണസ്റ്റ് അല്ല, അതാണ് ഗ്വെൻഡലിൻ്റെ പ്രശ്നം. അപ്പോൾ അച്ഛൻ്റെ പേരെന്താ എന്നുള്ളത് പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല. അതായത് ലേഡി ബ്രാക്നലിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ആർക്കും അറിയില്ല. ജനറൽ മോൺക്രിഫ് എന്നാണ് അറിയുന്നത്, പക്ഷേ ജനറൽ മോൺക്രിഫിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം ജനറലാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ മിലിറ്ററി റെക്കോർഡ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജാക്ക് തന്നെ ലൈബ്രറിയിൽ പോയിട്ട് മിലിറ്ററി റെക്കോർഡ്സ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇവർ മരിച്ച ആ ഒരു വർഷം, ഈ മിസ്റ്റർ മോൺക്രിഫ് മരിച്ച ഒരു വർഷമൊക്കെ നോക്കുമ്പോൾ ആ ഒരു വർഷം വെച്ച് നോക്കി നോക്കുമ്പോൾ ഏണസ്റ്റ് ജോൺ എന്നാണ് മിസ്റ്റർ മോൺക്രിഫിൻ്റെ യഥാർത്ഥ പേര് എന്ന് മനസ്സിലായി. സോ ഫസ്റ്റ് ബോൺ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ്റെ പേര് ഇൻഹെറിറ്റ് ചെയ്യും മകൻ എന്ന് ലേഡി ബ്രാക്നൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏണസ്റ്റ് സത്യമാണല്ലോ. ഇത്രയും നേരം പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകളെല്ലാം സത്യമായി മാറുകയാണ്. ജാക്കിൻ്റെ പേര് ഏണസ്റ്റ് തന്നെയാണ് ശരിക്കും, കാരണം അച്ഛൻ്റെ പേര് ഏണസ്റ്റ് എന്നാണ്. സോ മകൻ്റെ പേര് ഏണസ്റ്റ് എന്നാവും. ദെൻ തനിക്കൊരു ബ്രദറുണ്ട്, ഒരു യങ്ങർ ബ്രദറുണ്ട് ടൗണിൽ എന്ന് പറഞ്ഞു, അതും സത്യമാണ്. കാരണം ഈ ഒരു ആൽഗർനോൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാക്കിൻ്റെ അനിയൻ തന്നെയാണ്, അവർ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. അങ്ങനെ ജാക്കിൻ്റെയും ഗ്വെൻഡലിൻ്റെയും മാരേജിന് ലേഡി ബ്രാക്നൽ ഓക്കെ പറഞ്ഞു. ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്ന സമയത്ത് ജാക്ക് ഗ്വെൻഡലിനും ആൽഗർനോൺ സെസിലിയും ഡോക്ടർ ചോസിബിൾ മിസ് പ്രിസും എല്ലാം അവരുടെ എൻഗേജ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പ്ലേ എൻഡ്സ് ഹാപ്പിലി. അവസാനം ഈ പ്ലേ അവസാനിക്കുന്ന സമയത്ത് ജാക്കിൻ ഡെലിവറി ചെയ്യുന്ന ഡയലോഗാണ് ഹി ഹാസ് ഫൈനലി റിയലൈസ് ദ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്. ഇത് ആരോടാ പറയുന്നത്? ലേഡി ബ്രാക്നലിനോട്. ഓണ്ട് അഗസ്റ്റ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഒരു റൂട്ട് ഇല്ലാതിരുന്ന ജാക്കിന് ഒരു റൂട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ ഗ്വെൻഡലിനെ കിട്ടി എന്നുള്ളതിലും സന്തോഷമുണ്ട്. മിസ് പ്രിസത്തിന് അവരുടെ ബാഗ് കിട്ടി. അപ്പോൾ മിസ് പ്രിസും ഹാപ്പി, അങ്ങനെ എല്ലാവരും ഹാപ്പി. സിസിലിക്ക് ആൽഗർനോണിനെ കിട്ടി. എവറിത്തിങ് ഈസ് ending happily. Okay, thank you.